രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സമയം മുൻപോട്ട് പോയി എന്നുള്ള ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. സമയത്തിന്റെ പരിധിയോ പരിമിതിയോ ഒന്നുമല്ല കർത്താവിന് പ്രവർത്തിക്കുവാൻ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഒരു നിമിഷാർദ്ധം കൊണ്ട് പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അതിന് ശക്തിയുണ്ട്, അവനൊരു പ്രവൃത്തി ചെയ്തെടുത്താൽ അതിന് ശക്തിയുണ്ട്. ഈ രാത്രികാലം എല്ലാ നിലകളിലും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ ഈ മിനിസ്ട്രിയുടെ പേര് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഹോപ്പ്ഫുൾ മിനിസ്ട്രി എന്നുള്ള ഒരു, കാരണം പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന ഈ ലോകത്ത് ഹല്ലേലൂയ, പ്രതീക്ഷ നൽകുന്ന എന്ന ഒരു പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ മനുഷ്യരുടെയും പ്രശ്നം അതാ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാ മനുഷ്യരസ്തമിക്കുന്നത്. എന്നാൽ ഈ രാത്രികാലം ദൈവം നൽകിയ ആ നല്ല നാമധേയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ കൂടിവരവിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസിമാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല. ഇപ്രകാരം ഒരു വേദി കർത്താവ് നമുക്കൊക്കെയും ഒരുക്കി തന്ന ദൈവത്തിന്റെ മഹാവിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസി അത് പ്രാരംഭമായി പറഞ്ഞു, നിങ്ങൾ വീഡിയോകളൊക്കെ പരമാവധി തുറന്നു വെക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. ചിലരുടെ ഒരു സ്വകാര്യതയുടെ കൂടി ഒരു വിഷയമാണ്. എങ്കിലും 2, 3, 4 വീഡിയോസ് ഉണ്ട്. അതിലൊന്നും ഒരു പരാതിയോ പരിഭവവും ഇല്ല. പക്ഷേ മുഖത്തോട് മുഖം ഇങ്ങനെയെങ്കിലും കണ്ട് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്ക് അതൊരു പ്രചോദനമാണ്. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമുണ്ട്. ഈ സൂം ഒക്കെ ഇറങ്ങിയ സമയത്ത് ദോഹയിലുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിക്കുകയായിരുന്നു, വചനം ശുശ്രൂഷിക്കുകയായിരുന്നു. അപ്പോൾ 1048 സൂം അതിനകത്ത് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ 1048 സൂം കണക്റ്റഡ് ആയി. അപ്പോൾ പക്ഷേ ഒറ്റ സൂമേ അത് ഓൺ ആയിട്ടുള്ളൂ, വീഡിയോ. അത് ആ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ, അദ്ദേഹം തന്നെയാണ് സംഗീത ശുശ്രൂഷ ചെയ്യുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹവും വീഡിയോ ഓഫ് ചെയ്തു. ദൈവജനമേ, ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു 1 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഒരു മറക്കാനൊക്കാത്ത ഒരു സംഭവമാണത്. കാരണം ഇതിനകത്തൊക്കെ നിങ്ങളുടെ പേരുകളും ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അന്ന് ആ സൂമില് ആ ഫസ്റ്റ് സ്ക്രീനിൽ വരുന്ന ഒരു വീഡിയോ അല്ല, അതിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ നോ എൻട്രിയുടെ പടമാണ്. ഞാൻ നോക്കുമ്പോഴല്ല ഈ നോ എൻട്രിയാണ് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായത് മാറുവാനിടയായി തീർന്നു. ഓക്കെ, ഈ രാത്രികാലം ഒരു അധ്യക്ഷ എന്ന നിലയിൽ ദൈവദാസിയുടെ ഒരു നല്ല ശുപാർശയോട് സഹകരിക്കുന്ന എല്ലാ പ്രിയ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അനിൽ, ആയൂർ സ്വദേശിയാണ്. അതിനപ്പുറം ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം അത് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ എളിയ നിലയിൽ ഉയർത്തുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ വേഗത്തിൽ ദൈവം നൽകിയ ഒരു വചന ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. രാത്രികാലം ഗാന ശുശ്രൂഷ ചെയ്ത കുഞ്ഞുങ്ങൾ, പ്രിയ ദൈവദാസൻ, അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലകളിലും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സുപരിചിതമായ ഒരു തിരുവചന ഭാഗം ധ്യാനിച്ച് ഏകദേശം ഒരു 35-40 മിനിറ്റ് നിങ്ങളുമായി ദൈവത്തിന്റെ വചനം ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ സമയം ഈ 40 മിനിറ്റ് എനിക്ക് ഷെർലി ചേച്ചി പറഞ്ഞു അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ 40 മിനിറ്റ് തികയ്ക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗകനല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് തീരുമ്പോൾ ഞാൻ പ്രസംഗം അവിടെ കൊണ്ട് നിർത്തും. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി തന്നെ ആശംസിക്കുന്നു. സുപരിചിതമായ ഒരു തിരുവചനം വായിക്കുന്നതിന് മുൻപ് എനിക്ക് പരിചയമുള്ള ചിലർ ഈ സൂമിൽ നിന്നുണ്ട്. ഡൽഹിയിൽ നിന്നും എൻ്റെ ഒരു സ്നേഹിത പ്രിയ ജസ്മ ഈ രാത്രികാലം ഈ മീറ്റിംഗിൽ ജോയിൻ ആയിട്ടുണ്ട്. ദൈവം സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. യിരെമ്യാ പ്രവാചകനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നീ ഒന്ന് എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റിട്ട് കുശവന്റെ പണിപ്പുരയിലേക്ക്, അവന്റെ വീട്ടിലേക്ക് നീ ഒന്ന് ചെല്ലുക. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്,
ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ അതിന്റെ പ്രായോഗിക തലത്തിലൂടെ പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം അവനൊരു ആഹ്വാനം കൊടുക്കുകയാണ്. എന്തായാലും ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് അവിടേക്ക് ചെല്ലുക. അപ്പോൾ മൂന്നാമത്തെ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ദൈവം കൊടുത്ത നിയോഗം, ദൈവം കൊടുത്ത ഉത്തരവാദിത്വം, ദൈവം പറഞ്ഞതുപോലെ യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യമായി എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ യിരെമ്യാവ് ഈ പണിശാലയിലേക്ക് കയറി ചെല്ലുമ്പോൾ, പ്രവാചകൻ ഈ കുശവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അവിടെ ഈ കുശവൻ അവന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. 4-ാമത്തെ വാക്യം, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇത്രയേ ഉള്ളൂ. കുശവന്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ കുശവൻ പണി ചെയ്യുവാൻ, ചക്രത്തിന്മേൽ കളിമണ്ണ് വെച്ച് കുശവൻ അതിനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. നിർഭാഗ്യമെന്ന് പറയട്ടെ, യിരെമ്യാവിന്റെ കൺമുൻപിൽ വെച്ച് ഈ കളിമണ്ണ് ചീത്തയായിപ്പോയി. മലയാള പരിഭാഷയിൽ ചീത്തയായിപ്പോയി. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എടുത്ത് അതിന്റെ മലയാള പദം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്: അതിന്റെ രൂപഭംഗി നഷ്ടപ്പെട്ടു, അതിന്റെ ഭംഗി കുറഞ്ഞു, അതിന്റെ രൂപത്തിന് വൈകല്യമുണ്ടായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് വിരൂപമായി പോയി. അപ്പോൾ കുശവൻ കളിമണ്ണ് ചക്രത്തിന്മേൽ വെച്ച് വേല ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ കളിമണ്ണിന്റെ ഭംഗി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് വിരൂപമായി പോയി. ഓക്കെ, അടുത്തത് എഴുതിയിരിക്കുന്നത്, എന്നാൽ കുശവൻ അതിനെ. ഈ തിരുവചന ഭാഗം ഇത്രയും വായിച്ചു, അതായത് ഞാൻ 1 മുതൽ 4 വരെ വായിച്ചു. ഇതിൽ 2 പദങ്ങളാണ് ദൈവാത്മാവിനെ സ്പർശിച്ചത്. 1 എന്നാൽ എന്ന പദം, 2 അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഏതിനെ? ചീത്തയായി പോയതിനെ, കയ്യിലിരുന്ന് ഉടഞ്ഞു പോയതിനെ, മെനയപ്പെടുമ്പോൾ രൂപഭംഗി നഷ്ടപ്പെട്ടതിനെ, മെനയപ്പെടുമ്പോൾ വിരൂപമായതിനെ വേറൊരു മാനപാത്രമാക്കി തീർത്തു. 2 പദങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി ചില ചിന്തകളാണ് ഈ രാത്രികാലം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ അത് ശരിക്കും ഒന്ന്, നമ്മൾ പറയുന്നത്, പിക്ചറൈസ് ചെയ്ത് നിങ്ങൾ അത് നിങ്ങളുടെ അകക്കണ്ണിൽ ഒന്ന് കാണണം. പ്രവാചകൻ ചെന്ന് കയറി കുശവന്റെ പണിപ്പുരയിൽ നിൽക്കുക. സ്തോത്രം. ഈ പണിപ്പുരയിൽ ചെന്ന് നിൽക്കുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണ് വെച്ച് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. നിർഭാഗ്യവശാൽ കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. സംഭവിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചെറിയ അപകടം സംഭവിച്ചു. ഇത് ചീത്തയായി പോകുന്നതിന് മുൻപ് പ്രവാചകൻ കുശവന്റെ ഈ പണിപ്പുരയിൽ ചെന്നപ്പോൾ കുശവൻ കളിമണ്ണ് ചക്രത്തിന്മേൽ വെച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ കരങ്ങൾ കൊണ്ട് അതിനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് യിരെമ്യാവിനോട് ചോദിക്കാം, യിരെമ്യാവേ, എന്താണ് ആ കളിമണ്ണിന്റെ ആകൃതി? എന്ത് പേര് വിളിക്കാം? യിരെമ്യാവ് പറയും, എനിക്കറിയത്തില്ല. ദൈവം പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വരാൻ, ഞാൻ വന്നു. എന്താ, നിനക്ക് കാണാൻ ഒക്കുന്നില്ല? യിരെമ്യാവ് പറയും, എനിക്ക് കാണാൻ ഒക്കുന്നുണ്ട്. ഈ ചക്രത്തിന്മേൽ കളിമണ്ണ് വെച്ച് കുശവന്റെ കൈയും കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. അത് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഏതൊക്കെയോ രൂപം, ഏതൊക്കെയോ ആകൃതി ഇതായി വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പേരെനിക്കറിയത്തില്ല. സ്തോത്രം. യിരെമ്യാവ് ഇത് പറയുമ്പോൾ കുശവൻ അപ്പുറത്ത് നിന്ന്, തിരുവചനത്തിൽ എന്റെ ഒരു ചിന്ത പറയാം, കുശവൻ പറയുക, ഞാൻ ചക്രത്തിന്മേൽ വെച്ച കളിമണ്ണാണെങ്കിൽ ഇതിന്റെ ആകൃതി എന്റെ ഹൃദയത്തിലുള്ളതാണ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രാരംഭമായ ഒരു ദൈവിക ദൂത് കൈമാറാം. സ്തോത്രം.
നിനക്ക് ആകൃതിയില്ലെന്നും നീ തകർന്നു പോയെന്നും നിനക്ക് രൂപഭംഗിയില്ലെന്നും ആര് പറഞ്ഞാലും നീ ഭാരപ്പെടരുത്. കാരണം നിന്റെ ആകൃതിയെ കുറിച്ച് കുശവന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇരമ്യാവിന് അറിയത്തില്ലെങ്കിലും ഇത് ചക്രത്തിന്മേൽ വെച്ചവന് ഇത് എന്തായിത്തീരണമെന്ന് വ്യക്തമായി ഹൃദയത്തിൽ ഒരു രൂപരേഖയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുശവന്റെ ഹൃദയത്തിൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ടെന്നേ. ആ സ്വപ്നത്തിനനുസരിച്ച്, ആ രൂപഭംഗിക്കനുസരിച്ച് ഇതിനെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. ആകൃതി കുശവൻ ആരോടും പറയത്തില്ല. തിരുവചനത്തിലെ ഒരു വാക്യം കൊണ്ട് ഞാൻ അതിന് അടിവരയിടാം. ദൈവവൈതലെ, നിന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ പദ്ധതി ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും നിരൂപണത്തിനകത്തുള്ളതല്ല. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് തിരുവചനത്തിലൂടെ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ. അല്ലേ, ഇന്നുവരെയും നീ മെനയപ്പെടാതെ ഒരു കളിമണ്ണ് പോലെ ഇങ്ങനെ ചതഞ്ഞു പോവുകയാണെങ്കിലും നീ തമ്പുരാന്റെ കയ്യിലായിരിക്കുന്നതെങ്കിൽ ലോകം നിനക്ക് ആകൃതിയില്ലെന്ന് വിളിച്ചു പറഞ്ഞാലും ഹല്ലേലൂയ, കുശവനൊരു ഉറപ്പുണ്ട്. എന്റെ കൈക്കകത്ത് ചക്രത്തിന്മേലിരിക്കുന്ന കളിമണ്ണാണെങ്കിൽ അത് എന്തായി തീരണമെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. കുശവൻ തീരുമാനിക്കും ഇത് അടുക്കളയിൽ പോകേണ്ടതാണോ അതോ ഇത് അരങ്ങത്ത് വരേണ്ടതാണോ. കുശവൻ തീരുമാനിക്കും ഇത് പൂന്തോട്ടത്തിൽ വെക്കേണ്ടതാണോ ഇത് തീന്മേശയിൽ വെക്കേണ്ടതാണോ എന്ന്. അല്ലെങ്കിൽ ഉപയോഗം അറിയാമെന്നവൻ, ആകൃതി ഹൃദയത്തിലുള്ളവൻ, അല്ലെങ്കിൽ ചക്രത്തിന്മേൽ വെച്ചത് മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ആകൃതിയില്ല, ഇവന് രൂപഭംഗിയില്ല, ഇവനിങ്ങനെ കുറച്ചു നാളുകൊണ്ട് കറങ്ങിത്തിരിഞ്ഞു നടക്കുക. ഈ രാത്രികാലം ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ഒരു കുശവന്റെ കളിമണ്ണ് പോലെ ചക്രത്തിൽ തിരിയുന്ന ദൈവവൈതലേ, തിരുവചനം വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ നിന്നെ കറക്കുന്നവന്, അല്ലെ നിന്നെ മെനഞ്ഞെടുക്കുന്നവന് നിന്റെ ആകൃതിയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെ വ്യക്തമായ ആകൃതിയെക്കുറിച്ച് രൂപരേഖയുള്ള, ആകൃതിയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ള ഇരമ്യാവിന്റെയോ അവിടെ നിൽക്കുന്ന ആരുടെയും കണ്ണിലോ ചെവിയിലോ ഹൃദയത്തിലോ നിരൂപിക്കാത്ത തരത്തിൽ ആകൃതിയെക്കുറിച്ച് പദ്ധതിയുള്ളവൻ ഇതിനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നിട്ടാണ് പറയുന്നത്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. സ്തോത്രം. ചീത്തയാക്കാൻ വേണ്ടി കുശവൻ ചെയ്തതല്ല, അവന്റെ ഹൃദയത്തിലെ ഇഷ്ടമനുസരിച്ച്, അവന്റെ ഹൃദയത്തിൽ അവൻ ഈ കളിമണ്ണിനെ കുറിച്ച് കണ്ട രൂപത്തിനനുസരിച്ച് ഇതിനെ മെനഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് ചീത്തയായി പോയി. ഞാൻ കളിമണ്ണിനോട് ചോദിച്ചു, കളിമണ്ണ് എന്താ പറ്റിയത്? ഈ കളിമണ്ണ് എന്നോട് പറഞ്ഞു, ഈ മെനഞ്ഞെടുക്കുന്ന സമയത്തെ ഈ കുശവന്റെ വിരലുകൾ എന്നെ വല്ലാതെ ഒന്ന് എന്നിലൊരു സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഞാൻ അങ്ങ് ഉടഞ്ഞു പോയതാ, ഞാൻ അങ്ങ് ചീത്തയായി പോയതാ, എനിക്കതിന്റെ രൂപഭംഗി നഷ്ടപ്പെട്ടതാ. സ്തോത്രം. ചീത്തയായി പോയെന്ന് ലോകം കണ്ടപ്പോൾ ഈ പണിപ്പുരയ്ക്ക് വെളിയിൽ നിൽക്കുന്നവർ കൈയടിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, സകല ഹോപ്പും തീർന്നെന്ന്. നമ്മുടെ ഗ്രൂപ്പിന്റെ പേരെടുത്ത് ഞാൻ പറയുക, അല്ലേ, എല്ലാ ഹോപ്പും പോയി, ഇനി ഒറ്റ പ്രതീക്ഷയുമില്ല, എല്ലാം തകർന്നു പോയി. കാരണം അല്ലെ, ഇത് ഉടഞ്ഞുപോയ സംഗതിയാ. അടുത്ത വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എന്നാൽ. സ്തോത്രം. എന്റെ ഹൃദയത്തെ ത്രസിപ്പിച്ച പദമതാ ദൈവജനമേ, എന്നാൽ. എന്നാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, കയ്യിലിരുന്ന് ഉടഞ്ഞുപോയെന്ന് ലോകം വിധിയെഴുതി. അപ്പോൾ ലോകം പറഞ്ഞു, ഇനി ഇത് രൂപപ്പെടത്തില്ല, ഇതിന് ഇനി ആകൃതി ഉണ്ടാകത്തില്ല. ഈ രാത്രികാലം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വചനത്തിന്റെ ദൂത് ഞാൻ കൈമാറട്ടെ. ഹല്ലേലൂയ. നീ തമ്പുരാന്റെ കയ്യിലിരുന്നാണ് ഉടഞ്ഞതെങ്കിൽ, നീ ഉടഞ്ഞുപോയെടുത്ത് നീ അസ്തമിച്ചെന്ന് മറ്റുള്ളവർ വിധി എഴുതുമ്പോൾ
എന്നാൽ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് എന്തുവാണെന്നറിയാമോ? ഉടഞ്ഞതിനെ മറ്റൊരു മാനപാത്രമാക്കി മാറ്റിയെന്ന്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, തിരുവചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഒന്ന് ഉടഞ്ഞു കളഞ്ഞാൽ അടുത്ത ആകൃതിക്ക് ഈ കുശവന്റെ ഹൃദയത്തിൽ പഞ്ഞമില്ല. അടുത്ത രൂപഭംഗിയെ കുറിച്ച് കുശവൻ ആശയക്കുഴപ്പമില്ല. കാരണം ഇവന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ചുള്ള ആകൃതിക്കും നീ എങ്ങനെ പാനപാത്രമായി തീരണമെന്നും യാതൊരു ആശയക്കുഴപ്പവുമില്ല. സ്തോത്രം. ഇതെന്നെ ചിന്തിപ്പിച്ചത്, ഇത് കയ്യിലിരുന്ന് ഉടഞ്ഞു പോയപ്പം പെട്ടെന്ന് പേപ്പർ എടുത്ത് അടുത്ത ഡിസൈൻ ഉണ്ടാക്കാൻ എന്റെ തമ്പുരാൻ നിന്നില്ല. അല്ലേ? നീ കയ്യിലിരുന്ന് ഉടഞ്ഞവളാണെങ്കിൽ, നീ കയ്യിലിരുന്ന് ഉടഞ്ഞവനാണെങ്കിൽ ഈ രാത്രിക്കാലം തിരുവചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഒരു പുതിയ നിർമ്മാണ പ്രക്രിയയുടെ തുടക്കമായിരുന്നു അത്. അല്ലെ? ഇന്നലകളിൽ ഉടഞ്ഞുപോയ ദൈവജനമേ, ഇന്നലകളിൽ തകർന്നുപോയ ദൈവജനമേ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ദൈവജനമേ, വിളിച്ചു പറയട്ടെ, നീ അവിടെ തകർന്നെന്ന് ലോകം വിധി എഴുതിയപ്പോൾ കുശവൻ അടുത്ത പണി തുടങ്ങി. ശബനഗത. ഈ രാത്രികാലം ദൈവജനമേ, ഒന്ന് ഉറപ്പ് പ്രാപിച്ചോണം. കയ്യിലിരുന്ന് ചീത്തയായി പോയാൽ, കയ്യിലിരുന്ന് ഉടഞ്ഞു പോയാൽ അവിടം കൊണ്ട് നിന്നെ കളയുന്ന ഒരു തമ്പുരാനെയല്ല ഈ രാത്രികാലം നമ്മൾ സേവിക്കുന്നത്. ലോകം വിധി എഴുതിയപ്പോൾ എന്നാലെന്ന് പരിശുദ്ധാത്മാവ് ഒരു പദം എഴുതി ചേർത്തിട്ട് അവിടം കൊണ്ട് നിർമ്മാണം നിന്നുപോയില്ല. അടുത്ത നിർമ്മാണ പ്രക്രിയയിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്തിയതാ. സ്തോത്രം. എവിടെയെങ്കിലും ഉടഞ്ഞിട്ടുണ്ടോ ദൈവവൈതലേ? എവിടെയെങ്കിലും ഉടഞ്ഞിട്ടുണ്ടോ? ഈ രാത്രികാലം വചനം വിളിച്ചു പറയുന്നു, ഉടഞ്ഞു. ലോകം മുഴുവൻ പറഞ്ഞു ഇവിടം കൊണ്ട് അവൾ അസ്തമിച്ചു, അവൻ അസ്തമിച്ചു. പക്ഷേ സ്വർഗം പറഞ്ഞു, നോ, ഹല്ലേലൂയ, ഞാൻ നിന്നെ അടുത്ത ഒരു നിർമ്മാണ പ്രക്രിയയിലോട്ട് കരം പിടിച്ചു കയറ്റാൻ പോവാ. ഹല്ലേലൂയ. ലോകം വിധിയെഴുതിയ പരാജയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു തലം കൊണ്ട് ഞാൻ എന്റെ നിർമ്മാണ പ്രക്രിയ അവസാനിപ്പിക്കത്തില്ല. കാരണം നിന്നെ കുറിച്ചുള്ള രൂപഭംഗിയും ആകൃതിയും എന്റെ ഹൃദയത്തിലുള്ളത് കവർന്നെടുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. തകർന്നു പോയെന്ന് വിധിയെഴുതിയ, അല്ലെങ്കിൽ തകർന്നു പോയെന്ന് ലോകം പ്രഖ്യാപിച്ചു എങ്കിൽ ഈ രാത്രികാലം തിരുവചനം പറയുന്നു, അവിടെ നിന്നും ഒരു പുതിയ പ്രക്രിയയുടെ തുടക്കമാണ് നീ കണ്ടത്. അവിടെ നിന്നും ഒരു പുതിയ നിർമ്മാണ പ്രക്രിയയുടെ തുടക്കത്തിലേക്ക് നീ പാദം വെച്ച് കയറുമായിരുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അന്ന് ഉടഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരുമിച്ച് ഞാനും നിങ്ങളും തമ്മിൽ ഒരു സംഗമം ഉണ്ടാകത്തില്ല. പക്ഷേ നീ ഉടഞ്ഞു പോയപ്പോൾ, അല്ലേ, ഉടഞ്ഞെടുത്തു നിന്നും അതിനേക്കാൾ ശ്രേഷ്ഠമായ ചില പ്രവർത്തികൾക്ക് വേണ്ടി കുശവൻ ചക്രത്തിന്മേൽ നിന്നെ വീണ്ടും വെച്ചതോർത്ത് ഈ രാത്രികാലം കർത്താവിനെ സ്തുതിക്കണം. സ്തോത്രം. അല്ലെ? എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചത് അവന്റെ കയ്യിലിരുന്നത് ഉടഞ്ഞുപോയി. ഹല്ലേലൂയ. ഈ കരത്തിനൊരു പ്രത്യേകതയുണ്ട് ദൈവമേ, ദൈവജനമേ. ഇത് മെനയുന്ന കരമാണെങ്കിൽ ഇത് കരുതുന്ന കരം കൂടിയാണ്. ഈ രാത്രികാലം ഹല്ലേലൂയ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊരു സ്തോത്രം പറയണം. ഈ കുശവന്റെ കയ്യിൽ ഞാൻ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോഴെന്നെ അവനൊന്ന് കരുതിയത് കൂടിയാ. കാരണം ഈ കരം കരുതുന്ന കരം കൂടിയാ. സ്തോത്രം. സുവിശേഷത്തിലേക്കൊന്ന് വരട്ടെ. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഞാൻ വേഗത്തിലൊന്ന് വായിച്ചു വിടാം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. പശ്ചാത്തലം നമുക്കറിയാമെന്നെയാ. സ്തോത്രം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. 4-ാം യാമത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ദിക്കറിയാതെ പോയി കിടക്കുക 12 എണ്ണം ഒരു പടകില്. ഹല്ലേലൂയ. ദൈവജനമേ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 4-ാം യാമത്തിൽ എന്റെയും നിന്റെയും പടകിൽ വരാൻ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ബന്ധുക്കൾക്ക് കഴിയുമോ? ഇത് അവരുടെ കുറ്റമല്ലെന്നേ. നീ എവിടാ കിടക്കുന്നത് നിനക്ക് തന്നെ അറിയത്തില്ല. ദിശാബോധം നഷ്ടപ്പെട്ട് ദിക്ക് എവിടാണെന്നറിയാതെ എവിടോ പോയി കിടക്കുന്ന നിന്നെ തേടി മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഈ രാത്രികാലം പറയട്ടെ, അവന്റെ കരം നിന്നെ കരുതുന്ന കരം കൂടിയാ. ശീമോനെ കുറിച്ചൊക്കെ പറയുമ്പോൾ
എല്ലാരും പറയും, നമ്മളും പറയാറുണ്ട്, എടുത്തുചാട്ടക്കാരനാ. ഈ 12 പേരൂടെ അതിനകത്ത് ഇരുന്നാ പോരായിരുന്നു, ചാടി ഇറങ്ങിയിട്ട് കാരണം അയ്യോ പത്തോ വിളിച്ചു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ശീമോന്റെ സ്വഭാവം ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. 12 എണ്ണം ഒരുമിച്ച് അതിനകത്തിരുന്നപ്പോൾ ഇവൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ അടുത്തോട്ട് നീ നടക്കുന്ന പോലെ ഒന്ന് നടന്നു വരട്ടെ. അവൻ പറഞ്ഞതിന്റെ ആശയം ഞാനൊന്ന് വിളിച്ചു പറയാം. ഹല്ലേലൂയ. എന്നെ അലട്ടിയ പ്രതികൂലത്തിന്റെ മുകളിൽ നീ എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെ ആ പ്രതികൂലത്തെ കാൽ കീഴാക്കി നിൽക്കാൻ എനിക്കൊരു അവസരം തരണമേ എന്ന് എന്റെ യേശുവിനോട് ശീമോൻ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വാടാ കുഞ്ഞേ, നീ ഇറങ്ങി വാ. അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിനക്ക് നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാത്രികാലം നിന്നെ നിലനിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവജനമേ, ഈ തിരമാലയുടെ 100-1 അടിച്ചിട്ട് എത്രയോ പേര് തകർന്നുപോയി. എന്നിട്ടും ദൈവം നമ്മളെ നിർത്തിയില്ലേ? മറക്കരുത്, 4-ാം യാമത്തിൽ ബന്ധുക്കൾ വരത്തില്ല, പാസ്റ്റർ വരത്തില്ല, കൂട്ടുവിശ്വാസികൾ വരത്തില്ല, ലോകത്തിൽ ഒരു സംവിധാനത്തിന് നിന്റെ അടുത്ത് വരാൻ ഒക്കത്തില്ല. കാരണം നീ എവിടാന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ എവിടെ നീ ലക്ഷ്യം തെറ്റി അലിഞ്ഞാലും ഹല്ലേലൂയ പറയട്ടെ, ആ കരം നിന്റെ അടുത്തു വരുന്ന കരമാ. ഈ കുശവന്റെ കരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ എവിടെയാണ് ഉഴന്നു കിടക്കുന്നതെന്ന് ഈ കരത്തിനറിയാം. നീ എവിടെയാണ് ദിശാബോധമില്ലാതെ കിടക്കുന്നതെന്ന് ഈ കരത്തിനറിയാം. ഈ കരം നിന്നെ തേടി വന്നതുകൊണ്ട് ഇന്നും നിൽക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിച്ച ഒരു കാര്യം, തിരുവചനത്തിൽ പല പടകുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പടകുകളുടെ മൊത്ത സ്വഭാവം ഒന്ന് നോക്കിയപ്പോൾ 2 പടകുകളാ നമ്മുടെ ജീവിത പടകുകൾക്ക് മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പടകളുടെ എല്ലാം ആകത്തുക തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പടകളാ. ഒന്ന്, സ്തോത്രം, ശീമോൻ ആദ്യം ഒരു പടകുണ്ടായിരുന്നു, ശൂന്യമായ ഒരു പടക്. ഇപ്പോൾ നമ്മൾ വായിച്ച പടക് പ്രതികൂലത്തിന്റെ പടക്. ഈ രാത്രികാലം പറയട്ടെ, എത്ര ധനാഢ്യനായാലും വഴിയോരത്ത് 6 അടി മണ്ണ് കവർന്നെടുത്ത് കിടന്ന് ഉറങ്ങുന്നവനായാലും പല ചമയങ്ങൾ കെട്ടിയാടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ആകത്തുക ദൈവജനമേ 2 പടക. ഒന്നെങ്കിൽ ശൂന്യമായ പടക്, അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ പടക്. ഈ 2 പടകിലും എന്റെ യേശുവിന് ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഈ 2 പടകിലും അല്ലെങ്കിൽ അവകാശത്തോടെ കയറി അധികാരം സ്ഥാപിക്കുന്നത് എന്റെ യേശുവിന് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവന്റെ കരം, ഈ കുശവന്റെ കരം കരുതുന്ന കരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരട്ടെ. അപ്പോൾ ആ കയ്യിലിരുന്ന് ആ കളിമണ്ണ് ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ, സ്തോത്രം, രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ച പദം, കുശവൻ അതിനെ. ഏതിനെ? സ്തോത്രം. ചീത്തയായി പോയ മണ്ണിനെ. ചീത്തയായി പോയ മണ്ണ് കൊള്ളത്തില്ലെന്ന് ലോകത്ത് ആർക്കാ അറിയാൻ വയ്യാത്തത്? കുശവന്റെ കയ്യിൽ ഉടഞ്ഞുപോയ മണ്ണ്, കുശവന്റെ കയ്യിൽ തകർന്നുപോയ മണ്ണ്, ചക്രത്തിന്മേലിരിക്കുമ്പോൾ രൂപഭംഗിയില്ലാതെ വിരൂപമായി തകർന്നു പോയ മണ്ണ് വീണ്ടും അത് വെച്ചൊരു പരീക്ഷണം ഈ കുശവൻ എന്തിനാ ചെയ്യുന്നത്? ഞാൻ ഈ കുശവനോട് ചോദിച്ചു, കുശവ, കളിമണ്ണ് വേറെ ഇല്ലാഞ്ഞിട്ടാണോ ഈ പണി ചെയ്യുന്നേ? സ്തോത്രം. കുശവൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയേ, എന്റെ പണിശാലയിൽ ഇഷ്ടംപോലെ കളിമണ്ണ് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ എന്ത് ആകൃതി രൂപം കൊള്ളുന്നു അന്നേരം ഞാൻ ഒരു പിടി കളിമണ്ണ് എടുക്കുക, ചക്രത്തിന്മേൽ വെക്കുക, ഞാൻ അതിനെ രൂപപ്പെടുത്തിയെടുക്കുക. ഇവിടെ കളിമണ്ണിന് യാതൊരു പഞ്ഞവുമില്ല. എന്റെ പണിപ്പുരയിൽ, എന്റെ പണിശാലയിൽ കളിമണ്ണ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ കുശവനോട് ചോദിച്ചു, പിന്നെ എന്താ ഇതിനെ അങ്ങ് എറിഞ്ഞു കളയാഞ്ഞത്? എന്തായാലും ഇത് കൊള്ളത്തില്ലെന്ന് സ്വയം തെളിയിച്ചത്. ദൈവജനമേ, നമ്മൾ തന്നെ എത്രയോ വട്ടം തമ്പുരാന്റെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. എന്നിട്ടും അല്ലെങ്കിൽ ആ കുശവൻ നമ്മളെ എറിഞ്ഞു കളയാഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ സ്നേഹം നമ്മളോട് വലുതായത് കൊണ്ടാ. ഹല്ലേലൂയ. കുശവ,
ചീത്തയായിപ്പോയ കളിമണ്ണ് എന്തുകൊണ്ടാ എടുത്തു കളയാത്തത്? കുശവൻ പറയും, എനിക്ക് ഈ കളിമണ്ണുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അല്ല, ആ ബന്ധം ശരിയാ, പക്ഷെ വേറെ കളിമണ്ണ് അവിടെ ഇരിപ്പില്ലേ? കുശവൻ പറയും, നോ, വേറെ കളിമണ്ണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്നോട്ട്, പക്ഷേ എന്റെ കയ്യിലാണ് ചീത്തയായി പോയതെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ രാത്രികാലം തിരുവചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, അവന്റെ കയ്യിലിരുന്നൊരു കഷ്ടതയിലൂടെ നീ കടന്നുപോയാൽ നിന്നെ അടുത്ത നിർമ്മാണ പ്രക്രിയയിലേക്ക് ഉയർത്തി നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കണമെന്ന് ഉത്തരവാദിത്വമുള്ള ഒരു കുശവന്റെ കയ്യിലാണ് ഞാനും നീയുമായിരിക്കുന്നത്. എന്താണ് ഈ കുശവന് കളിമണ്ണിനോട് ഇത്ര സ്നേഹം? അപ്പൊ കുശവൻ എന്നോട് പറഞ്ഞു, ഈ കളിമണ്ണ് വെറുതെ ഇവിടെ വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റ് എന്റെ പണിശാലയിൽ വന്നപ്പോൾ ഈ കളിമണ്ണ് ഇവിടെ വന്നു കയറിയതല്ല, പിന്നെയോ ഇതിനെ ഞാൻ തേടി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ ചോദിച്ചു, കുശവ, അത് എങ്ങനായിരുന്നു അതിന്റെ? കുശവൻ പറഞ്ഞു, ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു നല്ല ആകൃതി രൂപം കൊണ്ടു. ഞാൻ നേരെ പാടത്തേക്ക് പോയി, പറമ്പുകളിലൊക്കെ ഞാൻ തിരഞ്ഞു. സ്തോത്രം. നോക്കിയപ്പോൾ കാണാം നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്. അത് കൃഷിക്കാരന് വേണ്ടതാ, ഞാനത് തൊട്ടില്ല. ഹല്ലേലൂയ. നല്ല ചുവന്ന മണ്ണ് അവിടെ കിടപ്പുണ്ട്, ഞാനത് തൊട്ടില്ല. കാരണം ഇഷ്ടിക ഇറക്കുന്നവനും വീട് പണിയുന്നവനും ആ മണ്ണ് വേണ്ടതാ. നല്ല കറുത്ത മണ്ണ് കിടന്നു, ഇതൊക്കെ നല്ലോണം വേലി കെട്ടി ആരോ സംരക്ഷിച്ചു വെച്ചേക്കുക. കുശവൻ പറഞ്ഞു, എനിക്ക് അതും വേണ്ട, വളക്കൂറുള്ള മണ്ണെടുത്ത് ആരെങ്കിലും അടുക്കള ഭാഗത്ത് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ അത് കൊള്ളാവുന്നതാ. കുശവൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുക. കുശവന് കൃഷിക്ക് പറ്റിയ മണ്ണല്ല വേണ്ടത്, വീടുപണിയുടെ ഇഷ്ടിക അറക്കാൻ പറ്റിയ മണ്ണല്ല വേണ്ടത്, വീട്ടിൽ കൊണ്ടുപോയി ജൈവ കൃഷി ചെയ്യാനുള്ള മണ്ണുമല്ല കർഷകന്, അല്ലെങ്കിൽ കുശവന് വേണ്ടത്. അതൊക്കെ കർഷകന്മാർക്ക് വേണ്ടതാ. കുശവന്റെ മനസ്സിൽ എന്താകൃതിയാണോ കിടക്കുന്നത്, ആ ആകൃതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റും കണ്ണോടിച്ച് നോക്കിയപ്പോൾ, നോക്കണമേ ദൈവജനമേ, ദൂരെ ഒരു ചെറിയ പൂത്തുണ്ട് കിടക്കുന്നു. ആർക്കും വലിയ പ്രാധാന്യമില്ല, കാരണം അല്പം ചെളിയായത്, ഇറങ്ങി നിന്നാൽ കാല് പുതഞ്ഞു പോകും. ഏതൊക്കെയോ മൃഗങ്ങൾ ഇറങ്ങി മേഞ്ഞതിന്റെ അവരുടെ കുളമ്പിന്റെ പാടവിടെ കിടപ്പുണ്ട്. കാട്ടുവള്ളികളൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. കുശവൻ അങ്ങോട്ട് ചെന്നപ്പം കുശവന് മനസ്സിലായി, ഈ മണ്ണാണ് എനിക്ക് പറ്റിയതെന്ന്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മൾ അവനെ തേടിപ്പോയതല്ല, ഈ കുശവൻ നമ്മെ തേടി വന്നതാ. അല്ലേ, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്നിരുന്നപ്പോൾ കാട്ടുവള്ളിയൊക്കെ പിടിച്ച്, അല്ലേ, ഒരു കാട്ടുഭൂമി പോലെ, മിച്ചഭൂമി പോലെ ആർക്കും ആകർഷകമായി, കർഷകന് വേണ്ടാതിരുന്നത്, വീട് പണിക്കാരന് വേണ്ടാതിരുന്നത്, സമ്പന്നന് വേണ്ടാതിരുന്നത്, ജൈവ കൃഷിക്കാരന് വേണ്ടാതിരുന്നത്, ആരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പൊതയൽ കണ്ടമെന്ന് എഴുതിത്തള്ളിയ ഭൂമിയിൽ നിന്നും ഈ കർഷകനുണ്ടല്ലോ, ആർത്തിയോടുകൂടി ആ മണ്ണ് കുഴിച്ചെടുത്തു. സ്തോത്രം. നമ്മളെ തേടി ഉന്നതി വിട്ടിറങ്ങിയവനായി കുശവൻ. ഈ രാത്രികാലം എന്നെയും നിന്നെയും ഉടഞ്ഞുപോയിട്ടും കളയാത്തത് എന്താണെന്നറിയാമോ? അവൻ ഈ താണഭൂമിയിലേക്ക് നമ്മളെ തേടി വന്നതാ. ആ സ്വർഗീയ പൗരത്വത്തിനകത്തോട്ട് നമ്മളെ കൊണ്ടിരുത്താനുണ്ടല്ലോ അവൻ ഒരുപാട് പണിപ്പെട്ടതാ. ഈ കുശവൻ മണ്ണ് തേടിയിറങ്ങി അതിനെ കണ്ടെത്തി കൊണ്ടുവന്നവനാ. അപ്പോൾ കുശവൻ പറഞ്ഞു, ഇതാണ് ഒന്നാമത് എനിക്ക് ഈ മണ്ണുമായിട്ടുള്ള ബന്ധം. കാരണം ആർക്കും വേണ്ടാതിരുന്ന മണ്ണിനെ ഞാൻ കണ്ടെത്തി തേടിപ്പിടിച്ച് എന്റെ പണിശാലയിൽ കൊണ്ടുവന്നു. സ്തോത്രം. കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ ഒന്നാമത്തെ പ്രക്രിയ കഴിഞ്ഞു, കൊണ്ടുവന്ന് അവിടെ വെച്ചു. കുശവൻ ഈ മണ്ണെടുത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ ദൈവജനമേ, ഇതിനകത്ത് കരിയിലയുണ്ട്, ഈ വേണ്ടാത്ത കരടും മരത്തിന്റെ വേരും ചെടികളുടെ വേരും ഒക്കെയുണ്ട്. കുശവൻ ഇതിനെ ഒരു പരന്ന പാത്രത്തിൽ ഇട്ടിട്ട്
നല്ലവണ്ണം വെള്ളമൊഴിച്ച് ഇതിനെ ഒന്ന് കഴുകി. ഈ രാത്രികാലം എന്റെയും നിന്റെയും പാപക്കറ കഴുകുവാൻ ഈ കുശവൻ ചങ്കില ചോരയാ തന്നത്. നേടിയെടുത്തത് കൊണ്ട് ഹല്ലേലൂയ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടില്ല. എന്നാൽ ആരും തരാത്ത ഒരവതാരങ്ങളും തരാതിരുന്ന അവന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും കൊണ്ട് നമ്മളെ ഒന്ന് കഴുകി, നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചു, മാലിന്യമൊക്കെ കളഞ്ഞു. അപ്പോൾ രണ്ടാമത് കുശവൻ ഈ കളിമണ്ണിനോടുള്ള ബന്ധം അതാ. ഈ വെള്ളത്തിലിട്ട് ഇതിനെ നല്ലവണ്ണം കഴുകി കഴുകി ഇതിന്റെ വേരുകളും ഇതിനകത്തിരുന്ന കരടും വലിയ കല്ലും ഒക്കെ എടുത്തു മാറ്റി. സ്തോത്രം. വെള്ളം ഊറ്റിക്കളഞ്ഞപ്പോൾ മണ്ണിന് ഒരു നല്ല രൂപമായി, നിറമായി. കേൾക്കണമേ, ഞാൻ ചോദിച്ചു, ഇനി ഇത് ചക്രത്തിന്മേലോട്ട് വെച്ചുകൂടെ? കുശവൻ പറഞ്ഞു, വെക്കാനൊക്കത്തില്ല. മൂന്നാമത് ഒരു ചെറിയ പ്രക്രിയ ചെയ്യും. എന്താണെന്നറിയാമോ? ഈ മണ്ണിനെ എടുത്തിട്ട് ഈ കുശവൻ കൈകൊണ്ട് ഇതിനെ അടിച്ചടിച്ച് പദം വരുത്തും. സ്തോത്രം. വല്ലാത്ത ഒരു കഷ്ടതയായത്. ഹല്ലേലൂയ. ഈ കളിമണ്ണിനെ എടുത്തിട്ട് രണ്ട് കൈയും കൊണ്ടും ഒരു വേള കാലുകൊണ്ടും ഇതിനെ ചവിട്ടിക്കുഴച്ച് കൈയും കൊണ്ട് മർദ്ദിച്ച് അടിച്ചടിച്ച് പദം വരുത്തും. ചിലപ്പോഴൊക്കെ കളിമണ്ണൊന്ന് കരഞ്ഞു. സ്തോത്രം. പ്രതികരണ ശേഷി ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. ഈ കളിമണ്ണ് കുശവനോട് ചോദിച്ചു, കഴുകിയതല്ലേ, എന്തിനാ ഇങ്ങനെ തന്നെ അടിച്ചു വേദനിപ്പിക്കുന്നത്? കുശവൻ ഒരു കാര്യം പറഞ്ഞു, നീ മർദ്ദിക്കപ്പെടും തോറും നിന്റെ അകത്ത് പശപ്പ് വർദ്ധിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നിന്നെ മർദ്ദിക്കും തോറും, ഞാൻ നിന്നെ ചവിട്ടിക്കുഴയ്ക്കും തോറും, ഞാൻ നിന്നെ ഓരോ അടി അടിക്കും തോറും അല്ലെ നിനക്കൊരു പശപ്പ് വരുക. എന്തിനാ ഈ പശപ്പ് വരുത്തുന്നത്? സ്തോത്രം. അവിടെയാണ് എനിക്ക് കുശവന് കളിമണ്ണിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം മനസ്സിലായ. കുശവൻ പറഞ്ഞു, അടുത്ത പ്രക്രിയ നിന്നെ ചക്രത്തിന്മേലോട്ട് കയറ്റുക. അത് കുറച്ചുകൂടി കട്ടിയുള്ള കാര്യമാ. ഹല്ലേലൂയ. ആ ചക്രത്തിന്മേൽ തിരിയുമ്പോഴുണ്ടല്ലോ, എന്റെ കൈക്കകത്ത് നീ പറ്റിയിരിക്കണമെങ്കിൽ നീ കഷ്ടതയിലൂടെ കടന്നുപോയേക്കത്തുള്ളൂ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, തിരുവചനത്തിലൂടെ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ഇന്നലെ ഉണ്ടായ കഷ്ടതകൾ എന്തിനാണെന്നറിയാമോ? ഇന്നലെ ഉണ്ടായ തകർച്ചകൾ എന്തിനാണെന്നറിയാമോ? ഇന്നലെ വരുത്തിയ പരാജയങ്ങൾ എന്തിനാണെന്നറിയാമോ? കുശവൻ ഇത് ചെയ്തത് വേറൊന്നിനുമല്ല, അവന്റെ കൈയോട് നീ ഒന്ന് പറ്റിയിരിക്കുവാൻ, അവന്റെ വിരലുകളോട് നീ ഒന്ന് പറ്റിയിരിക്കുവാൻ. നീ മെനയപ്പെടേണ്ടതുപോലെ മെനഞ്ഞെടുക്കുന്ന സമയത്ത് ആ കയ്യിൽ നിന്നും വഴുതി മാറാതിരിക്കാൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ, ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. ദൈവവേദന ആർക്കുമില്ലാത്ത പ്രതികൂലമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ആ മർദ്ദിക്കുന്ന കരത്തിൽ നിന്നെ ഒന്ന് പൊതിയാനാ, ആ വേദന തരുന്ന കരത്തിൽ നിന്നെ ഒന്ന് ഒതുക്കി പിടിക്കാനാ. ഹല്ലേലൂയ. ഈ മർദ്ദനമേറെ സഹിച്ചു ഈ കളിമണ്ണ്. വല്ലാതെ മർദ്ദിച്ചു, ചവിട്ടിക്കുഴച്ചു, അടിച്ചടിച്ച് പദം വരുത്തി. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും മർദ്ദിക്കപ്പെടുമ്പോഴുണ്ടല്ലോ ഈ മണ്ണിന്റെ പശപ്പ് കൂടുക. ഇന്നലെ വരുത്തിയ ഈ തിരുരാത്രിക്കാലം ഞാൻ തിരുവചനത്തിലൂടെ ഒരു വാഗ്ദത്ത ദൂത് കൈമാറാം. ഇന്നലെ ജീവിതത്തിൽ നീ അനുഭവിച്ച കഷ്ടതകളാ ഇന്നും നിന്നെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. എന്താ തള്ളിക്കളഞ്ഞിട്ട് നീ പോകാതിരുന്നത്? ആർക്കുമില്ലാതുള്ള പ്രതികൂലവും ആരുടെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പരാജയത്തിന്റെ കൈപ്പറിഞ്ഞിട്ടും എന്താ നീ വിട്ടുപോകാതിരുന്നെന്ന് അറിയാമോ? നിനക്കറിയാം, കുശവന്റെ കൈ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ആ കരത്തിൽ വെച്ച് എന്നെ ഒന്നുകൂടെ പൊതിഞ്ഞ് സംരക്ഷിച്ച് രൂപപ്പെടുത്തിയെടുക്കും. സ്തോത്രം. മൂന്നാമത്തെ പ്രക്രിയ അതാ. ഞാൻ വേഗത്തിൽ വാക്കുകളെ പറഞ്ഞു വിടട്ടെ. അടിച്ച് പദം വരുത്തി പശപ്പുള്ളതാക്കി തന്റെ കരത്തോടങ്ങ് ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. അടുത്ത പ്രക്രിയ, നാലാമത്തെ പ്രക്രിയ എന്താണെന്നറിയാമോ? ഇനി ഇതിനെ ചക്രത്തിന്മേലോട്ടൊന്ന് കയറ്റാൻ പോവാ.
ഒരു കഷ്ടത തീർന്നപ്പം കളിമണ്ണ് വിചാരിച്ചു ഇനി അങ്ങ് ഓക്കെ ആകുമെന്ന്. ആ കഷ്ടത കഴിഞ്ഞപ്പോ നാണ്ട് അടുത്തത് ചക്രത്തിന്മേൽ കയറ്റി വെച്ച് വല്ലാത്ത ഒരു കറക്കമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക ദൈവജനമേ. ഈ ചക്രത്തിന്മേൽ വെച്ച് ഇങ്ങനെ കറങ്ങിയപ്പോഴുണ്ടല്ലോ, അല്ലേ, എപ്പോഴൊക്കെയോ ഒന്ന് ഉടയാമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടു മുൻപ് മർദ്ദിച്ച കരമുണ്ടല്ലോ, ആ കളിമണ്ണിനെ ചേർത്ത് പിടിച്ചു. ഈ രാത്രികാലം ഞാൻ ശാന്തമായി ദൈവജനത്തോട് പറയട്ടെ, ഇന്നലെ നീ ഒരു കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കരമെന്നും കഷ്ടതയുടെ കരമായി കൂടെ ഇരിക്കത്തില്ല. അടുത്ത ഘട്ടത്തിലേക്ക് നീ കയറിയപ്പോൾ ആരും അറിയാത്ത കരുതൽ ആ കരത്തിൽ നിന്ന് രുചിച്ചറിഞ്ഞതാ. ഈ കുശവന്റെ കൈയുടെ പ്രത്യേകതയതാ. അല്ലെങ്കിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, അടുത്ത ഘട്ടത്തിലേക്ക് കയറുമ്പോൾ നീ ഉടഞ്ഞു പോകാതിരിക്കാൻ, നീ വേറിട്ടു പോകാതിരിക്കാൻ, നിന്റെ ആകൃതി നഷ്ടപ്പെടാതിരിക്കാൻ ആ ചക്രത്തിൽ നിന്നെ ചേർത്ത് വെക്കും ഈ കരം. സ്തോത്രം. ഇവിടെ ഏറ്റവും സങ്കീർണമായ ഒരു വിഷയം എന്താണെന്നറിയാമോ ദൈവജനമേ? ഈ കറക്കമാണ്. ഹല്ലേലൂയ. ചില സമയത്ത് ഈ ചക്രം നല്ല വേഗത്തിൽ കറക്കും. അപ്പോൾ നമ്മൾ പറയുമല്ലോ, അയ്യോ വലിയ കഷ്ടതയായിരുന്നു, പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞുപോയി. എന്താണെന്നറിയാമോ? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും തമ്പുരാൻ അറിയാം, ഇത് നീണ്ടാ നീയും ഞാനും പിടിച്ചു നിൽക്കത്തില്ല. അതുകൊണ്ട് ചക്രം വേഗത്തിൽ അങ്ങ് കറക്കി വിടും. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയൊന്നും പ്രഖ്യാപിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ തമ്പുരാൻ ചെങ്കടലിനെ അങ്ങ് വിഭാഗിച്ചു. കാരണം ഒന്നാമതേ ഇവര് പിറുപിറുക്കുന്ന ജനമാ, ഇവര് വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ജനമാ. തമ്പുരാൻ അറിയാം ഇവിടെ അധികം കറക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് കാര്യം സാധിക്കണം. പുതിയ നിയമത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നേ. അദ്രിക്കടലിൽ 14 ദിവസം രാത്രി ഏതാ പകലേതാന്നറിയാതെ ഒരു ഭക്തനും കൂടെയുള്ളവരും 14 ദിവസം. സ്തോത്രം. ഹല്ലേലൂയ. ഉഷസിന്റെ കിരണങ്ങൾ കണ്ടില്ല, രാവിന്റെ നിലാവോ ഒന്നും ഇവർ കണ്ടില്ല. 14 ദിവസങ്ങൾ കടന്നുപോയി. ആ 14 ദിവസങ്ങളിലും ഈ ചക്രത്തിന്മേൽ സാവധാനമിരുന്ന് പൗലോസ് കറങ്ങുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അറിയാത്തൊരു മെലീത്ത അപ്പുറത്ത് കിടപ്പുണ്ട്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ നീണ്ടിട്ടുണ്ടെങ്കിൽ പറയട്ടെ, അതിനപ്പുറം നിന്നിലൂടെ ചില ശുശ്രൂഷകൾ വെളിപ്പെട്ടുണ്ട്. ഈ രാത്രികാലം തിരുവചനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു പ്രവചന ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, ചില കഷ്ടതകൾ ഇപ്പോഴും മാറാതെ നിന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു മുറുക്കുന്നുണ്ടെങ്കിൽ തിരുവചനം വിളിച്ചു പറയുന്നു, 14 ദിവസം അദ്രിക്കല്ലിൽ അലഞ്ഞു തിരിഞ്ഞവർ അവിടം കൊണ്ട് അവസാനിച്ചില്ല. വാഗ്ദത്തം പ്രാപിച്ചവൻ മെലീത്ത ദ്വീപിൽ നീന്തിക്കയറുന്ന നിങ്ങളൊന്ന് നോക്കിയേ. തകർന്നുപോയ കപ്പലിന്റെ പലകയിൽ തൂങ്ങിക്കിടന്നുകൊണ്ടാ. ഈ രാത്രികാലം പറയട്ടെ, വാഗ്ദത്തം പ്രാപിച്ചവന്റെ കപ്പല് തകർന്നാലും പലക തകർന്നാലും തുണ്ട് കഷ്ണത്തിൽ പിടിച്ചെങ്കിലും നിന്നെ അടുത്ത തുരുത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ കുശവന് കഴിയും. ഇന്നലകളിൽ ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ചെയ്തെടുത്ത ദൈവമാ. സ്തോത്രം. അല്ലേ? ചക്രത്തിന്മേൽ ചിലത് വേഗത്തിൽ കറക്കും, ചിലത് പതുക്കെ കറക്കും. സാഹചര്യത്തിനനുസരിച്ചാ. എന്റെ ദൈവത്തിനറിയാം നിന്റെ സാഹചര്യം ഏതാണെന്ന്. പിടിച്ചു നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് തീരും. ചില കഷ്ടതകൾ, ചില ദുഃഖങ്ങൾ വർഷങ്ങളായി നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളണം, ഇനിയും വെളിപ്പെടേണ്ട ചില മെലീത്തകൾ നിന്റെ ജീവിതത്തിലുണ്ട്. ആരും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, ആർക്കും വേണ്ടാത്ത ചിലതിനെ പിടിച്ചെടുക്കുവാൻ, ആർക്കും വേണ്ടാത്ത ചിലതിനെ കർത്താവിനെങ്കിലേക്ക് നേടുവാൻ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്ലെ? ആ ഭാഗം പറയുമ്പോൾ ഒരു ഭാഗം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ദ്വീപിലോട്ട് വന്നു കയറുമ്പോൾ പൗലോസ് എന്താ ചെയ്തത്? കൂടെയുള്ളവരും കപ്പലിൽ ഉള്ളത് മുഴുവൻ എറിഞ്ഞു കളഞ്ഞു. ഉള്ളത് മുഴുവൻ, ആഹാരം, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എറിഞ്ഞു കളഞ്ഞു. പക്ഷെ ആ തിരുവചന ഭാഗത്തിൽ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിച്ചു നോക്കിയാൽ മതി. വലിയ ശുശ്രൂഷ വെളിപ്പെട്ടിട്ട് അതേ ദ്വീപിൽ നിന്നും പൗലോസും കൂടെയുള്ളവരും കപ്പൽ കയറുമ്പോൾ
അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം ആ കപ്പലിൽ നിറച്ചു കൊടുത്തു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അവന്റെ കയ്യിൽ ഉടഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ നീ മെനയപ്പെടുക മാത്രമല്ല, നഷ്ടപ്പെട്ടതെന്തോ അതിന്റെ 3 ഇരട്ടി നിനക്ക് തിരിച്ചു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം നിന്നൂടെ വെളിപ്പെടേണ്ട ചില ശുശ്രൂഷകൾക്കകത്ത് നിന്നെ ആക്കി വെക്കുവാനും അതിനകത്ത് നിന്നെ ശക്തമായി ഉപയോഗിക്കുവാനും ചില കഷ്ടതകളെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദീർഘമാക്കുന്നതാ. ഞാനും നിങ്ങളും ഒരുപോലെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവരാ. ഈ രാത്രികാലം ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുക ദൈവജനമേ. സ്തോത്രം. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. തകർച്ചയുടെ വക്കിൽ നിന്നും ഒരു പുതിയ ആകൃതിയിലേക്ക് നിന്റെ മേലുള്ള പണി തുടങ്ങി. 2, അതിനെ ഉടഞ്ഞുപോയ കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ അതേ കളിമണ്ണിനെ കുശവനെടുത്ത് ഉപയോഗിക്കാൻ. കാരണം ഈ കുശവനും കളിമണ്ണും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒന്ന്, ആർക്കും വേണ്ടാതിരുന്ന പുതയൽ കണ്ടത്തിൽ കിടന്ന മണ്ണിനെ കുശവൻ വെട്ടി എടുത്ത് ഹല്ലേലൂയ ശ്രേഷ്ഠമായി പണിശാലയിൽ കൊണ്ടുവന്നതാ. 2, രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. 3, മർദ്ദനങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടത്തിവിട്ട് അവന്റെ കൈനോട് പറ്റിയിരിപ്പാൻ അവൻ നമ്മളെ പ്രാപ്തരാക്കി തീർത്തു. അടുത്തത്, ചക്രത്തിന്മേൽ വെച്ച് കറക്കുക. സ്തോത്രം. ഈ രാത്രികാലം കഷ്ടതയുടെ ചക്രം വേഗത്തിൽ കറങ്ങിത്തീർന്നാലും പെതുക്കെയാണ് കറങ്ങുന്നതെങ്കിലും ഓർത്തുകൊള്ളണം, എടുത്ത് ചക്രത്തിന്മേൽ വെച്ച് കറക്കുന്നവന് നിന്റെ ആകൃതി എന്താകണമെന്നൊരു പദ്ധതിയുണ്ട്. നിന്റെ ആകൃതിയെ കുറിച്ച് അവന്റെ മനസ്സിലുള്ള രൂപരേഖ എന്താണോ അതിനനുസരിച്ച് ആ ചക്രത്തിന്റെ വേഗതയിലൂടെ നിന്നെ രൂപപ്പെടുത്തി അവൻ എടുക്കും. ഈ രാത്രികാലം ദൈവജനമേ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. ദൈവം എനിക്ക് നൽകിയ ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനിടയായി തീർന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ ദിവസങ്ങളിൽ അവന്റെ കരത്തിൽ താണിരുന്നു കൊണ്ട് ദൈവം ഒരുക്കുന്ന തകർച്ചകളുടെ നടുവിൽ അവൻ ആ കരം കൊണ്ട് നമ്മളെ പൊതിയുന്ന അടുത്ത പന്താവിലേക്ക് നമ്മളെ ഉയർത്തുന്നവന് നമ്മളെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ആകൃതി മനസ്സിലുള്ളവനാ മെനയുന്നത്, ആകൃതി മനസ്സിലുള്ളവന്റെ കയ്യിലാ ഉടയുന്നത്, ആകൃതി മനസ്സിലുള്ളവൻ ആ ചക്രത്തിന്റെ വേഗത തീരുമാനിക്കുന്നത്. ഒന്ന് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ അവനൊരു മാനപാത്രമാക്കി തരും. ഈ ദിവസങ്ങളിൽ അതിനായി ആ കുശവന്റെ കയ്യിൽ താണിരിപ്പാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സമയം അനുവദിച്ചു തന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.